പേര് സിമി മിൽട്ടൺ. ഞങ്ങൾ കണ്ണമാലിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവ് മിൽട്ടൺ. ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഗോൺസെ മറിയം. ഞങ്ങൾ 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 10 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എറണാകുളം എന്നല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ പോയി കാണുകയും പല ടെസ്റ്റുകൾ ചെയ്യുകയും, പക്ഷേ എല്ലായിടത്തു നിന്നും ഞങ്ങൾക്ക് ഒരു നെഗറ്റീവായ റിസൾട്ടായിരുന്നു. ഒരു 99% ഞങ്ങൾക്ക് മക്കളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിടും. അപ്പോൾ ഞങ്ങൾ ഈ വഴിയാണ് പോകുന്നതെങ്കിൽ പല പ്രാവശ്യം, അന്ന് ഇവിടെ ഇത്രയധികം തിരക്കൊന്നും വന്നിട്ടില്ല, പല പ്രാവശ്യം ഈ മാതാവിൻ്റെ കാൽക്കൽ വന്ന് ഞങ്ങൾ കിടന്ന് കരയും. റിസൾട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. എന്നാലും അന്ന് ഉടമ്പടിയെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകും, പിന്നെ സാധാരണ ജീവിതമാകും. അങ്ങനെ ഇരിക്കെ വർഷങ്ങൾ കടന്നുപോയി. ട്രീറ്റ്മെൻ്റ് എല്ലാം നിർത്തി. ഭയങ്കര നിരാശ, ജീവിതത്തിൽ എന്നും നിരാശ മാത്രം. കുട്ടികളില്ലല്ലോ എന്നുള്ള വിഷമം. അങ്ങനെയൊക്കെ അമ്മച്ചി പറഞ്ഞു, നിങ്ങളൊന്ന് പോയിട്ട് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്ത് നോക്ക്, നമുക്ക് എന്തായാലും ഇങ്ങനെയല്ല എല്ലാവരും പറയുന്നത്, അപ്പോൾ ഇതും കൂടി ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം, മാതാവ് കൈവിടില്ല. അങ്ങനെ ഉടമ്പടി എടുത്ത് നോക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 2022 ജൂൺ 8 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയ അന്നു മുതലേ ഞാൻ ഉടമ്പടി തൈലം വയറ്റിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവ് തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഉടമ്പടി തൈലം എടുത്ത് ഉടമ്പടി അന്നു മുതൽ ഞാനിങ്ങനെ വയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് പത്രം കൊടുക്കുമായിരുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് ബുക്കൊക്കെ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ ബുക്കും ബാഗും, പിന്നെ രോഗികളായി വരുന്നവർക്ക് ഇങ്ങനെ പൈസയില്ല, അങ്ങനെയൊക്കെ നമ്മൾ അറിയുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 3 അത്ഭുതമൊന്നും അറിയട്ടെ, ഒരു ഇതുമില്ല, എന്നാലും ഞങ്ങൾ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ UPT പോസിറ്റീവായി. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അന്ന് ജീവിതത്തിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. കാരണം ഹോസ്പിറ്റലുകളിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ ഡോക്ടേഴ്സ് നേരിട്ട് നമ്മൾ റിസൾട്ട് കണ്ടിട്ട് പറയും, നിങ്ങൾക്കൊരു സാധ്യതയില്ല, ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു സാധ്യതയില്ലെന്ന് പറയും. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും, ഈ ഡോക്ടേഴ്സിനോടൊക്കെ ഒന്ന് മയത്തി പറഞ്ഞുകൂടെ, നമുക്ക് ശ്രമിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് മയത്തി പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, അങ്ങനെ മയത്തി പറഞ്ഞ് നമുക്ക് പ്രതീക്ഷ തന്നിട്ടെന്തിനാ, അത് നമ്മൾക്ക് നടപടിയില്ലാത്ത കാര്യം. പ്രതീക്ഷ തരാതിരിക്കാനാണ് അവർ ഡയറക്റ്റായിട്ട് നമ്മളോട് നേരത്തെ തന്നെ നമുക്ക് സാധ്യതയില്ല എന്ന് പറയുന്നത്. അത് കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ നടന്നേച്ച് ഞങ്ങൾക്കാണ് ഓഗസ്റ്റ് 3 2022 ഓഗസ്റ്റ് 3 ഒരു UPT പോസിറ്റീവായത്. അങ്ങനെ അന്നും പിന്നെയും ഞാനത് തൈലം തേച്ച് വയറ്റിൽ കുരിശ് വരച്ച് ഞാൻ ഡെലിവറി ടൈം വരെ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ ഡെലിവറി ടൈമിൽ എനിക്ക് ഏജ് ഓവറായത് കാരണം ഇങ്ങനെ നമ്മൾ പറയുമല്ലോ, 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. അപ്പോൾ 36 വയസ്സായി എനിക്കെങ്ങനെയാണ് ഇങ്ങനെ നോർമലാവുന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ അത് പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ വയസ്സിൽ കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും, കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ എല്ലാം മാതാവിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ 7-ാം മാസമായിട്ട് എനിക്ക് അനക്കമൊന്നും കിട്ടുന്നില്ല. കുഞ്ഞിൻ്റെ അനക്കം, എനിക്ക് ടെൻഷൻ കൊണ്ടാണോ എന്താണെന്നറിയില്ല, എനിക്ക് കുഞ്ഞിൻ്റെ അനക്കമൊന്നും കാണുന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറെ പോയി കാണിച്ചു, എനിക്ക് കുഞ്ഞിൻ്റെ അനക്കമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞിനൊരു കുഴപ്പമില്ല, കുഞ്ഞ് കാലും കല്ലി വെച്ച് രാജകീയമായിട്ടൊക്കെ കിടക്കുവാണ്, കുഞ്ഞിനൊരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇരുന്നോളൂ എന്ന്. അങ്ങനെ പക്ഷേ വയറൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഭയങ്കര ചെറിയ വയറായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, കുഞ്ഞറ് അണ്ടർ വെയ്റ്റ് ആയിരിക്കും, കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഏപ്രിൽ 3 അഡ്മിഷൻ പറഞ്ഞിരുന്നു. ഏപ്രിൽ 3 ഫ്ലൂയിഡ് ലീക്ക് ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പോയി അഡ്മിറ്റായപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് നോർമൽ ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്തു, ഫ്ലൂയിഡൊക്കെ കയറ്റുന്നുണ്ടെന്നെങ്കിലും പക്ഷേ പെയിൻ വരുന്നില്ല. അപ്പോൾ ഡോക്ടർ PV ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് നമുക്ക് സിസേറിയൻ ചെയ്യാം, കുഞ്ഞിൻ്റെ തലയ്ക്ക് ഇത്തിരി വലിപ്പം തോന്നുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് സിസേറിയൻ ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ സിസേറിയൻ ചെയ്തപ്പോൾ അണ്ടർ വെയ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ കുഞ്ഞ് 4 കിലോ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു തക്കുട് കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു.
പിന്നെ കുഞ്ഞ് 5 ദിവസത്തെ NICUലായിരുന്നു. കുഞ്ഞിന് ചെറിയൊരു ഹൃദയമിടിപ്പ് കൂടുതലാണ്, അതുപോലെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടെന്ന് പറഞ്ഞ് 5 ദിവസം NICUലായിരുന്നു. അപ്പോഴെല്ലാം ഞങ്ങൾ മാതാവിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് മാതാവിൻ്റെ ഫോട്ടോ. അങ്ങനെ ആ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ 5-ാം ദിവസം ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ കുഞ്ഞിന് സ്വീകരിച്ച് തന്നെ മാതാവിൻ്റെ തേൻ നാവിലൊരു തുള്ളി തൊട്ട് കൊടുത്തുകൊണ്ടാണ് കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിച്ചത്. മാമോദീസ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നേക്കാമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മാമോദീസ കഴിഞ്ഞു. ഞങ്ങൾ 2 പ്രാവശ്യം ഇവിടെ വന്നിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞിന് 1 വയസ്സായി. ഞങ്ങൾക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി